കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്നാണ്. നേരെ ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും പ്രത്യേകത ഇതാണ്. അതിലെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ എഴുതി വെച്ചോളൂ. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0. സോ ഇതില് വൈ കോർഡിനേറ്റ് ഏതാണോ 0 വരുന്നത് അത് മാർക്ക് ചെയ്താൽ മതി. ഏതതില് വൈ കോർഡിനേറ്റ് 0 വരുന്നത്? 6 0. സോ ദിസ് ഈസ് ദ ആൻസർ. സിമ്പിൾ ആണോ? മനസ്സിലായോ? ഇങ്ങനെയാണ് which of the following is the coordinate of a point on x axis എന്ന് പറഞ്ഞാലേ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നേരെ നോക്കിക്കോട്ടോ. ഇങ്ങനെ വരച്ച് ഇതാണ് എക്സ് ആക്സിസ്. ഇതിലെ പോയിന്റുകൾ ഇങ്ങനെ ആയിരിക്കും. 1 0. അടുത്ത പോയിന്റ് ഏതായിരിക്കും? 2 0. അടുത്തത് ഏതായിരിക്കും? 3 0. അടുത്തത് ഏതായിരിക്കും? 4 0. അടുത്തത് ഏതായിരിക്കും? 5 0 എന്ന് പറഞ്ഞാലേ എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാല് വൈ എന്താ വരിക? 0. ഇനി നേരെ മറിച്ച് എക്സാമിന് വൈ ആക്സിസിലെ പോയിന്റ് വെച്ചാലോ എക്സ് 0. സോ ഇതിൽ എക്സ് ആക്സിസിലെ പോയിന്റ് എന്നാ ചോദിച്ചത്. അപ്പൊ അതേ വൈ ഏതാ? 0. ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂഷൻ വരിക എന്താണെന്നറിയോ? ഇതാണോ ഓപ്ഷൻ ഇല്ലാന്ന് കൺഫ്യൂഷൻ വരിക. സോ എക്സ് ആക്സിസിലെ പോയിന്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക. എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ ഏതാണ് 0? വൈ ആണ് 0. വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. മനസ്സിലായോ? വൈ ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാലോ ആദ്യത്തെയാണ് 0. ഇതിലെ വൈ ആക്സിസിലെ പോയിന്റ് ഏതാ? ക്ലിയർ അല്ലേ? യെസ്. ദെൻ ബി ക്വസ്റ്റ്യൻ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ്. ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ ഇവിടെ ട്രിക്ക് അപ്ലൈ ചെയ്യാം. ചില ക്വസ്റ്റ്യനുകളിൽ ട്രിക്ക് ഉണ്ട്, ചില ക്വസ്റ്റ്യനുകളിൽ ട്രിക്ക് ഇല്ല. ട്രിക്കുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നറിയോ? ഇതില് കണ്ടോ, വൈയും സെയിം ആണെങ്കിലേ ഇതിൽ വലുതെന്ന് ചെറുതാണ് മൈനസ് ചെയ്താൽ മതി ഡിസ്റ്റൻസ് കാണാന്. മനസ്സിലായോ? അല്ലെങ്കിലാണ് ആ റൂട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? എങ്ങനെ മനസ്സിലാക്കുക? ഇതിലേതാ കണ്ടോ? 2 വൈ കോർഡിനേറ്റും സെയിമാ, അല്ലെങ്കിൽ 2 എക്സ് കോർഡിനേറ്റ് സെയിം ഉണ്ടോ നോക്കുക. ഇങ്ങനെയാണ് ചെയ്യുക. ഡിസ്റ്റൻസ് ഒപ്പം എഴുതിക്കോളൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെ മോഡ് ഇട്ട് കൊടുക്കുക. എന്തിനാ മോഡ് ഇട്ട് കൊടുക്കണെന്ന് അറിയോ? ഒരിക്കലും മൈനസ് വരൂല. ഡിസ്റ്റൻസ് നെവർ ബി നെഗറ്റീവ്. അതിന് വേണ്ടിയിട്ടാണ് മോഡ് ഇടുന്നത്. സോ 5ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. വാട്ട് ഈസ് 5 മൈനസ് 1? മോഡ് 4 അല്ലെ? വാട്ട് ഈസ് മോഡ് 4? മോഡ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 4 തന്നെ. സോ നിങ്ങൾക്ക് അപ്പൊ ഡൗട്ട് ഉണ്ടാവും, എന്തിനാ മോഡ് യൂസ് ചെയ്യുന്നത്? മോഡ് 5 എന്ന് പറഞ്ഞ ആൻസർ എന്താ? 5. മോഡ് -6 എന്ന് പറഞ്ഞ ആൻസർ എന്താ? 6. ഇത് ക്ലിയർ ആണോ? യെസ്. 1 മിനിറ്റ് സമയം, 30 സെക്കൻഡ് സമയം വേഗം പഠിക്കുക. ഓരോ ക്വസ്റ്റ്യനും പഠിച്ചു പോയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും പഠിച്ചു വയ്ക്കും. റെഡി അല്ലേ? എനി ഡൗട്ട്? Do you want to repeat it?